ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നും നഗരത്തിന് പുറത്തേക്ക് നൽകിയ ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും തിരുവനന്തപുരം മേയർ വി രാജേഷ്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെ വാങ്ങിയതാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ. ഇതാണ് ഇപ്പോൾ KSRTC ഇഷ്ടാനുസരണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നീട്ടിയത്. കൂടാതെ കോർപ്പറേഷന് അതിൽ നിന്നുള്ള കൃത്യമായ ലാഭവിഹിതം ലഭിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. കരാർ മാറ്റാൻ 1-2 വ്യക്തികൾക്ക് അധികാരമില്ലെന്നും ബസ്സുകൾ കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണെന്നും കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും KSRTCയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും വി രാജേഷ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് മേയർ വി രാജേഷ് പ്രതികരിച്ചത്. സ്മാർട്ട് സിറ്റിയുടെ പണം ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയിരിക്കുന്നത്. ഈ പറയുന്നതിൻ്റെ പിന്നിൽ തിരുവനന്തപുരത്തും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ ഇറക്കിയത്. ഈ 113 ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. നഗരത്തിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ അത്രത്തോളം പ്രദേശത്ത് മലിനീകരണം കുറയും. ഇപ്പോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഓടുന്നതിന് പകരം മലിനീകരണം കുറയും. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം KSRTC ഈ ബസ്സുകളെയൊക്കെ തന്നെ അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേരളത്തിൻ്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട്. സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ ബസ്സായതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ഇട റോഡുകളിലൂടെ വളരെ സൗകര്യപ്രദമായിട്ട് പോകും. ഇപ്പോൾ ഒരു ബസ് 2, 3, 4 തവണ സർവീസ് നടത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് 113 ബസ് ഉണ്ടായിട്ട് പോലും സിറ്റിയിൽ മുഴുവനും ഓടാൻ വേണ്ടി സാധിക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ നല്ലൊരു ഭാഗം ബസ്സുകൾ മറ്റു പല സ്ഥലത്തുമാണ് ഓടുന്നതെന്ന് മനസ്സിലായത്.